ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ രണ്ടുപേർ ഒരേപോലെ റിജക്റ്റഡ് ആയി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതിലൊരാൾ സ്വന്തം കമ്പനിയിൽ മറ്റുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. മറ്റേയാളാവട്ടെ ഇന്നും തൻ്റെ ആ പഴയ ഇൻ്റർവ്യൂ തന്നെ ഹോപ്പ്ലെസ് ആക്കി, തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തുടരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? ആ ഇൻ്റർവ്യൂ അല്ല, ആ റിജക്ഷൻ അല്ല. ആ ദിവസം കഴിഞ്ഞ് അവരോട് തന്നെ സ്വയം പറഞ്ഞ ഒരു ആത്മഗതമുണ്ട്, അവരൊരു സെൽഫ് ടോക്ക് ഉണ്ട്. അതാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. ഒരാൾ പറഞ്ഞു, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം ഇൻകേപ്പബിൾ. അയാൾ പിന്നീട് വന്ന ഓരോ അവസരവും തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറി. എന്നാൽ രണ്ടാമത്തെ ആളാവട്ടെ, ഐ ഫെയിൽഡ്, ഐ നീഡ് ടു ഇംപ്രൂവ്, ഞാൻ എവിടെയോ ഇനിയും പ്രോഗ്രസ് വരുത്താനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അയാൾ കൂടുതൽ എഫേർട്ട് ഇട്ടു. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസ് അല്ല നമ്മുടെ ലൈഫിനെ മാറ്റുന്നത്. ആ സിറ്റുവേഷൻസിൽ പലപ്പോഴും നമ്മളോട് തന്നെ പറയുന്ന ഒരു സ്റ്റോറിയുണ്ട്. അതുകൊണ്ടാണ് ഒരേ സംഭവം ഒരാൾക്ക് ലൈഫിൽ വഴിത്തിരിവായി മാറുന്നതും മറ്റൊരാൾക്ക് അത് ലൈഫിലെ ഏറ്റവും വലിയ ട്രോമയായി മാറുന്നതും. ഇനിയും പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ റിജക്റ്റഡ് ആവാം, ഫെയിലിയർ ആവാം, ചിലപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തെന്നും വരാം. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒന്ന് പോസ് ചെയ്യുക, സ്വയം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഈ സിറ്റുവേഷൻ ആക്ച്വലി എന്നെ നിർവചിക്കുകയാണോ അതോ എന്നെ കൂടുതലായി എന്തെങ്കിലും പഠിപ്പിക്കുകയാണോ? ആ ഉത്തരത്തിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറിയേക്കാം.